ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു വലിയ നഗരത്തിൻ്റെ നടുവിൽ ആകാശത്തോളം ഉയരത്തിൽ നിൽക്കുന്ന ഒരു മൊബൈൽ ടവർ. നഗരത്തിലെല്ലാവരും ആ ടവറിലേക്ക് നോക്കി പറയും, ആ ടവർ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇൻ്റർനെറ്റും ഫോൺ വിളികളുമൊക്കെ ലഭിക്കുന്നത്. അത് എത്ര ശക്തവും ഉയരമുള്ളതാണ് എന്ന് ചിന്തിക്കുന്നു. എല്ലാവർക്കും മുകളിൽ രാജാവിനെ പോലെ അത് നിൽക്കുന്നു. എന്നാൽ ആ ടവറിൻ്റെ ചുവട്ടിൽ മണ്ണിൽ ആഴത്തിൽ കുഴിച്ചിട്ടിരുന്ന ഒരു ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഉണ്ടായിരുന്നു. അതെപ്പോഴും ചെളിയിലും ഇരുട്ടിലുമാണ്. ആരും അതിനെ കാണുന്നില്ല, ആരും അതിനെ പുകഴ്ത്തുന്നില്ല. പക്ഷേ ഒരു ദിവസം ഭൂമിക്കടിയിലുണ്ടായ ഒരു ചെറിയ തകരാർ കാരണം ആ കേബിൾ കേടാവുകയുണ്ടായി. നിമിഷങ്ങൾക്കകം ടവറിൻ്റെ മുകളിലെ ലൈറ്റുകൾ അണഞ്ഞു, സിഗ്നലുകൾ നിലച്ചു. ആകാശത്തോളം ഉയരത്തിൽ നിന്നിട്ടും ടവറിന് ഒന്നിനും കഴിയാതെയായി. നഗരം മുഴുവനും നിശബ്ദമായി. യഥാർത്ഥത്തിൽ ആ ടവർ ഉയരത്തിൽ നിൽക്കുന്നത് താഴെ മണ്ണിൽ മറഞ്ഞിരിക്കുന്ന ആ കേബിൾ നൽകുന്ന കരുത്ത് കൊണ്ടാണ്. താൻ പ്രശസ്തി അനുഭവിക്കുമ്പോൾ കേബിൾ ഇരുട്ടത്തിരുന്ന് തന്നെ സേവിക്കുകയായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നാം പലപ്പോഴും ടവറാകാൻ ആഗ്രഹിക്കുന്നു, മറ്റുള്ളവർ കാണുന്ന ഉയരങ്ങളിൽ നിൽക്കാൻ. എന്നാൽ യേശു നമ്മോട് ആവശ്യപ്പെടുന്നത് ഒപ്റ്റിക്കൽ ഫൈബർ ആകാനാണ്. മറഞ്ഞിരിക്കുന്ന സേവനം. മറ്റുള്ളവരുടെ പാദങ്ങൾ കഴുകുക എന്നത് യേശുവിൻ്റെ കാലത്തെ ഏറ്റവും താഴ്ന്ന ജോലിയായിട്ടാണ് കണക്കാക്കിയിരുന്നത്. അതാരും കാണാനോ പുകഴ്ത്താനോ വേണ്ടിയുള്ളതല്ല. യഥാർത്ഥ ശുശ്രൂഷ പലപ്പോഴും അദൃശ്യമാണ്. മറ്റുള്ളവർക്ക് താങ്ങായി നിൽക്കുകയും മറ്റൊരാൾ ഉയരാൻ വേണ്ടി അവരെ താഴ്ന്നുനിന്ന് താങ്ങുന്നവനാണ് യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ. നമ്മുടെ അഹങ്കാരമാകുന്ന ടവറിനെ താഴ്ത്തി വെച്ച് വിനയത്തിൻ്റെ കേബിളായി മാറി ലോകത്തിന് സ്നേഹത്തിൻ്റെ സിഗ്നലുകൾ നൽകുക. യോഹന്നാൻ സുവിശേഷം 13-ാം അധ്യായം 14-ാം വാക്യം പറയുന്നു, കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും അന്യോന്യം പാദങ്ങൾ കഴുകേണ്ടതാകുന്നു. ഈ നോമ്പുകാലത്ത് നാം കുരിശിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ കാൽവരിയിലെ യാഗത്തിനു മുമ്പ് യേശു നൽകിയ ഏറ്റവും വലിയ പാഠങ്ങളിൽ ഒന്നാണ് വിനയം. അത്യുന്നതനായ ദൈവം തൻ്റെ ഒരു ദാസന്റെ വേഷം ധരിച്ച് തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്നു. ഇവിടെ ലോകം അധികാരത്തെയും പദവിയെയും ആരാധിക്കുമ്പോൾ യേശു പഠിപ്പിച്ചത് മറ്റുള്ളവരുടെ പാദങ്ങളിലേക്ക് കുനിയാനാണ്. വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരും ശുശ്രൂഷകനാകണം. ഉപവാസവും പ്രാർത്ഥനയും മാത്രം പോരാ. നമ്മുടെ ഉള്ളിലെ അഹങ്കാരത്തെ കൂടെ ഉപേക്ഷിക്കുമ്പോഴാണ് ഈ നോമ്പുകാലം പൂർണ്ണമാകുന്നത്. മറ്റുള്ളവരെക്കാൾ ഞാൻ ശ്രേഷ്ഠനാണ് എന്ന ചിന്ത വെടിയാൻ ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യേശു കർത്താവ് തൻ്റെ വഞ്ചകനായ യൂദാസിൻ്റെയും തന്നെ തള്ളിപ്പറയാനിരുന്ന പത്രോസിൻ്റെയും പാദങ്ങൾ കഴുകുവാൻ ഒരിക്കലും മടിച്ചില്ല. ശത്രുവിനെ സ്നേഹിക്കാനും വെറുക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുമുള്ള ആഹ്വാനമാണ് ഇത്. ഈ നോമ്പുകാലത്ത് നാം നമ്മുടെ പാദങ്ങൾ ശാരീരികമായി ഒരു പക്ഷേ കഴുകുന്നുണ്ടാകില്ല. എന്നാൽ നമ്മുടെ തെറ്റുകൾ സമ്മതിക്കാനും മറ്റുള്ളവരോട് ക്ഷമ ചോദിക്കാനും നാം മടിക്കരുത്. സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ദുർബലരെയും സഹായിക്കാൻ നാം മുന്നോട്ട് വരണം. നമ്മുടെ കുടുംബത്തിലും നാം ആയിരിക്കുന്ന പ്രവർത്തന പദത്തിലും അധികാരത്തിന് പകരം സേവന മനോഭാവം പുലർത്തുക. യേശു തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയത് ഒരു ചടങ്ങായിട്ടല്ല, മറിച്ച് അതൊരു ജീവിത ശൈലിയാണ്. സ്നേഹത്തിൽ അധിഷ്ഠിതമായ ആ വിനയം നമ്മുടെ ജീവിതത്തിലും പകർത്തുമ്പോഴാണ് നമ്മുടെ നോമ്പ്
അർത്ഥമാകുന്നത്.